വയനാട് ജില്ലാ സമ്മേളനവും ഇന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. ബത്തേരി എടത്തറ ഓഡിറ്റോറിയത്തിൽ PA മുഹമ്മദ് നഗറിലാണ് തുടക്കമായിരിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനാണ് അവിടെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. CPIM വയനാട് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച് അരനൂറ്റാണ്ട് പിന്നിട്ട ശേഷമുള്ള ജില്ലാ സമ്മേളനമാണ് ബത്തേരിയിൽ നടക്കുന്നത്. സമ്മേളന നഗറിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ഉഷാകുമാരി പതാക ഉയർത്തി. AN പ്രഭാകരൻ രക്തസാക്ഷി പ്രമേയവും PK സുരേഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മുൻകാല നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്നുള്ള ഗ്രൂപ്പ് ചർച്ചയാണ് ഇന്ന് നടന്നത്. നാളെ പൊതുചർച്ച നടക്കും. വിവിധ ഏരിയ കമ്മിറ്റികൾക്കു വേണ്ടി പ്രതിനിധികൾ സംസാരിക്കും. 217 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. മൃഗീയ സ്വഭാവമുള്ള സംഘപരിവാർ ഭരണം മറികടക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പറഞ്ഞു. ജനകീയ വിഷയങ്ങൾ പാർലമെന്റിൽ എത്തിക്കാതിരിക്കാൻ അപ്രസക്ത വിഷയങ്ങൾ ചർച്ചയാക്കുകയാണ് BJP എന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്ററിസത്തെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടപ്പോൾ BJP ഭൂരിപക്ഷം ഉള്ളപ്പോൾ എങ്ങനെ ദുർവിനിയോഗം ചെയ്തോ മറ്റൊരു രൂപത്തിൽ ഭൂരിപക്ഷം ഇല്ലാത്തപ്പോൾ അവരതിനെ മാറ്റിക്കൊണ്ടുപോകണം. വളരെ കൃത്യമല്ലേ? ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത്, ഭരണവൈകല്യങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത് എന്ന് ഉറപ്പാക്കാൻ മറ്റു ചില കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നു തീവ്ര ഹിന്ദുത്വം. അതാണ് അവരുടെ രീതി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ ഒന്നിനു പിറകെ ഒന്നായി ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾ. മുണ്ടക്കി ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് കേന്ദ്ര സഹായം നൽകണമെന്ന് ആദ്യ ദിനം സമ്മേളനം ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ അവകാശങ്ങൾ തുടർച്ചയായി നിഷേധിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ പ്രക്ഷോഭമുയർത്താൻ സമ്മേളനം അഭ്യർത്ഥിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, എളമരം കരീം, PK ശ്രീമതി, P സതീദേവി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, PK ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CK ശശീന്ദ്രൻ, OR കേളു എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, വയനാട്.